السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. ما شاء الله. സൂറത്ത് യാസീൻ 60 ആയത്തുകൾ നമ്മൾ പരിശീലിച്ചു. അൽഹംദുലില്ലാഹ്. ഇനി 61ാമത്തെ ആയത്ത് മുതലാണ് നമുക്ക് പരിശീലിക്കാനുള്ളത്. وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون. അൽഹംദുലില്ലാഹ്. ഉസ്താദിനൊത്ത് കേട്ടില്ലേ? നോക്കിക്കോളൂ. ഇനി പരിശീലിക്കാനുള്ളത് വഅനിഅ്ബുദൂനി. എന്താണ്? വഅനിഅ്ബുദൂനി. വഅനിഅ്ബുദൂനി. പിന്നെ നൂനേഷം എന്താണ്? നൂനേഷം ഐനാണ്. നോക്കി. വഅനിഅ്ബുദൂനി. وأنعبدوني هذا صراط مستقيم. هذا صراط. اهدنا الصراط صراط الذين അടക്കമുള്ള അക്ഷരങ്ങളാണ് കേട്ടോ, ശരിപ്പോരുത്. هذا صراط مستقيم. صراط مستقيم. അവിടെ എന്തായി പോയത്? ഹാദാ സിറാത്തും മുസ്തഖീം ആയി പോയത്. മുസ്തഖീം. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം. മാഷാ അല്ലാഹ്. നോക്കിക്കോളൂ. ولقد أضل منكم جبلا كثيرا. ولقد كافل قافان. ولقد أضل ഫാത്തിഹയിലുള്ള ളാദാണ് മഗ്ദൂബി വലല്ലാ മാറിപ്പോവരുത്. വലഖദ് അളല്ല അവിടെ എന്തായത് ളാദ അടുത്തുള്ളതുകൊണ്ട് അളല്ലന്നായി പോകണ്ട. അളല്ല. വലഖദ് അളല്ല മിൻകും. അളല്ല മിൻകും അവിടെ എന്തായത് മീൻകുന്നായി പോയത് പറഞ്ഞിട്ടില്ലേ? ഇഖ്ഫാന് ആർക്കാണ്? നൂന് മണിച്ചാ മതി. അപ്പൊ മീൻ കിട്ടാൻ നിൽക്കണ്ട. അവിടെ എന്താ വേണ്ടത്? വലഖദ് അളല്ല മിൻകും. മിൻകും എന്ന് പറയരുത്, തരിമൂക്കുന്ന ശബ്ദം. മിൻകും. ജിബില്ലൻ കസീറാ. ജിബില്ലൻ കസീറാ. കസീറാന്ന് പറഞ്ഞാണ്ട് പോരുത്, ഉഷാറ് കൂടരുത്. വേണ്ട. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. കസീറല്ലട്ടാ, അളല്ല പറ്റൂല, അവിടെ മണിക്കല്ല. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറാ. മിൻകും
മിൻകും ജിബില്ലൻ കസീറ. എന്നിട്ട് أفلم تكونوا تعقلون. أفلم നോക്കി أفلم تكونوا تعقلون. ഇവിടെ നീട്ടാനുള്ള കേട്ടാ. തകൂനു രണ്ടിടത്ത് നീട്ടാനുള്ള ലമ്മ് നീട്ടാൻ എന്താ വേണ്ടേ? എന്നീ പാട്ടെന്താ ഓർമ്മ ഉണ്ടാ? ഫതഹിന് ശേഷം അലിഫ് കൊടുത്താൽ ആ, കസറിന് ശേഷം യാ കൊടുത്താൽ ഈ, വമ്മിന് ശേഷം വാവ് കൊടുത്താൽ ഊ, ആ ഈ ഊ. മാഷാ അല്ലാഹ്. ഫതഹിന് ശേഷം അലിഫ് കൊടുത്താൽ ഇപ്പൊ ഫതഹിനെ നീട്ടാൻ അലിഫാണ്, കസറിനെ നീട്ടാൻ യാ ആണ്, ലമ്മിനെ നീട്ടാൻ എന്ത് വേണം? വാവ്. അവിടെ ഖൂ എന്നുള്ള ലമ്മ് ലക്കു, അത് നീട്ടാൻ വേണ്ടി കൂന്നായി. ലമ്മിന് നൂ. തകൂനു തഅഖിലൂൻ. ഇവിടെയും വാവുണ്ട്. മൂന്ന് ലമ്മിന് നീട്ടാൻ വേണ്ടി എന്ത് വന്നു? വാവ് വന്നിട്ടുണ്ട് കേട്ടാ, മാറിപ്പോണ്ട. അഫലം തകൂനു തഅഖിലൂൻ. അഫലം തകൂനു തഅഖിലൂൻ. നോക്കിയോളെ, ഹാദിഹി അത് ആല് ശ്രദ്ധിക്കണം. ഹാദിഹി എന്നായിപ്പോയത് ഹാദിഹി. ഇതാ ചെറിയൊരു കുട്ടിയാണ്ട് ഇവിടെ, പക്ഷെ നീട്ടാണ്ട്. അത് യാ കൊടുക്കാൻ കാരണം എന്താണ്? മുമ്പത്തെ അക്ഷരം എന്താ? ഹർക്കത്ത് എന്താണ്? ഹാനെന്താ ഹർക്കത്ത്? കെസറാണ്. അപ്പൊ അവിടെ ചെറിയ യാ കൊടുക്കും അല്ലെ? യാല വേണ്ടത്. ചെറിയ കുട്ടിയാ കൊടുത്തു ഇവിടെ. ഇവിടെ ഒക്കെ ഈ ഹാ എന്നുള്ളവർ ചെറിയ അലിഫ്, കുട്ടി അലിഫ് കൊടുത്തിക്കണ്. അതിനാണ് ഫത്ഹാണ് അലിഫ് ഹാനല്ലേ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. ഹാദിഹി ജഹന്നം അല്ലേ, നരകത്തിനെ പറ്റി. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹ് നരകത്തിനെ പറ്റി പറയും. നരകത്തിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹു കാക്കട്ടെ. അല്ലാഹ് ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. കുൻതും തുഅദൂൻ. അതിനുണ്ട് തുഅദൂൻ. നോക്കിക്കോളൂ, അടുത്ത നോക്കിക്കോളൂ. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയമാണ്. ഇവിടെ എന്താ? എങ്ങനെ ഓതുക? ഈ കൊടുക്കണ്ടേ? എങ്ങനെ ഓതല്ലേ? കൊടുക്കാനുള്ള കാര്യം എന്തേലും? മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കസറോ ആണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ എന്ത് കൊടുക്കുന്ന പറഞ്ഞ് ഈന്ന് കൊടുക്കും. ലമ്മാണെങ്കിലോ ലമ്മന് കൊടുക്കും. ഉഖ്തുലു യൂസുഫ, ഉഖ്തുലു, ഉദ്ഉ ഇല, ഉദ്ഖുലു എന്നൊക്കെ പറയുമ്പോ അങ്ങനെ കൊടുക്കട്ടെ. ഇവിടെ ഈന്ന് കൊടുക്കണം. ഇവിടെ സ്ലൗഹാന്ന് ഊതാൻ നിൽക്കണ്ട. ഇസ്ലൗഹൽ യൗം ഒതുക്കാണി. ഈ ശേഷം സ്വാദ് കുറച്ച് ബുദ്ധിമുട്ടാ. ഇസ് എന്ന് വരണം. ഇസ്ലൗഹാന്ന് ഊതിപ്പോരുത്. ഇസ്ലൗഹൽ യൗം ഒതുക്കാണി. ഇസ്ലൗഹൽ യൗമ. ഇസ്ലൗഹൽ യൗമ. ഇസ്ലൗഹൽ യൗമ. ഇസ്ലൗഹൽ യൗമ. സ്വാദ് മാറിപ്പോരുത്. ഇസ്ലൗഹാന്ന് ലോന്നായി പോരുത്. ലൗഹൽ യൗമ. യൗമ ബിമാ കുൻതും തക്ഫുറൂൻ. ബിമാ കുൻതും തക്ഫുറൂൻ. ഇസ്ലൗഹൽ യൗമ ബിമാ കുൻതും. ഇവിടെ എന്തായിരുത്? ബിമാ കുൻതും ആവരുത്. ബിമാ കുൻതും. കാഫ് നീട്ടാനില്ല. ഇവിടെ ബാവുണ്ടോ നീട്ടാന്? ഇല്ല. അപ്പൊ നീട്ടാൻ പാടില്ല. ലമ്മാണ് കാഫിന്. പക്ഷെ ലമ്മിന് പക്ഷെ വാവില്ലാത്തോണ്ട് നീട്ടാൻ പാടില്ല. ബിമാ കുൻതും തക്ഫുറൂൻ. ബിമാ കുൻതും തക്ഫുറൂൻ. നോക്കിയോളപ്പം അതൊക്കെ ഓതി നമ്മള്. വഅനിഅ്ബുദൂനി ഹാദാ സിറാത്തും മുസ്തഖീം ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون
هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون